നമ്മുടെ മുനീറിനെ പറ്റി 2-3 ദിവസം മുമ്പ് വന്ന വീഡിയോ എല്ലാവരും കണ്ടു കാണും. നമ്മുടെ ഈ നാട്ടിൽ ഏറ്റവും നല്ലൊരു ചെറുപ്പക്കാരന് ഒരു ദുശ്ശീലമില്ല. അവന് ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ മാന്യമായിട്ട് പെരുമാറുന്ന ചെറുപ്പക്കാരെന്ന് പറയാൻ പറ്റത്തില്ല, നമ്മുടെ അനിയൻ്റെ പ്രായമുള്ളു. നെസ്ലിന് എത്ര വയസ്സുണ്ട്? അതിന് കൂടി വന്ന് 22 വയസ്സ് കാണും. ഇവനൊരു 30-32 വയസ്സുണ്ട്. പ്രായപരിധിയെങ്കിലും നോക്കണ്ടേ? വിടടാ എന്നൊക്കെ പറയാൻ നേരത്ത് മാന്യതയില്ലാത്ത ഭർത്താവല്ല അവൻ പറഞ്ഞത്. ഒരു സെലിബ്രിറ്റി ഒന്നും ആയിട്ടില്ലല്ലോ. 3-4 പടവല്ലേ ആപ്പാട് കഴിഞ്ഞുള്ളൂ. ആലപ്പുഴ ബന്ധപ്പെട്ട ഒരു പടം എടുക്കാൻ നേരത്ത്, ആലപ്പുഴ തിയേറ്ററിൽ വരാൻ നേരത്ത് ആലപ്പുഴയിലുള്ള പിള്ളേരെ തന്നെ അവൻ വെറുപ്പിച്ചാൽ അവൻ്റെ സിനിമ ഫീൽഡിന് എങ്ങനെ മുന്നോട്ട് പോകും? വേറെ വല്ലയിടത്തും ഇടിയും കിട്ടിയിട്ടേ പോകത്തുള്ളായിരുന്നു. അതുമാത്രമല്ല, ഈ സോഷ്യൽ മീഡിയയിൽ കുറെ പേര് ഇങ്ങനെ കമന്റ് ചെയ്യുന്നുണ്ട്, അവന്റെ അനുവാദം ഇല്ലാതാണ്. ഒരാൾക്ക് പ്ലീസ് എന്ന് ചോദിക്കുന്നതിന്റെ അർത്ഥം എന്തുവാ? ചുമ്മാ ഒരാൾ വന്നിട്ട് ചുമ്മാ പ്ലീസ് എന്ന് ചോദിക്കുമോ? അതൊക്കെ അല്ലേ വാലിഡ് ആയിട്ടുള്ള കാര്യം. അവൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം പലരും അവനെ ഫോണിൽ വിളിച്ച് എത്രയോ കമന്റുകളിൽ അവൻ റിപ്ലൈ ചെയ്യുന്നത് ഞാൻ കണ്ട്. അപ്പം ഇത് പലർക്കും ഇത് അന്നമാണ്, മീൻസ് അവർക്ക് പൈസ ഉണ്ടാക്കാനുള്ള ഒരു മാർഗം മാത്രമാണ്. പക്ഷേ ഒരു നാട്ടിൽ എത്രത്തോളം ഒരാൾ അപഹാസ്യനാകുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കണം. അവൻ ആ കാര്യത്തിൽ ഭയങ്കര വിഷമമുണ്ട്. ആദ്യം ഈ സമയത്ത് ഈ വീഡിയോ ഒക്കെ വന്ന സമയത്ത് ഞങ്ങൾ ഇവനെ ഒരുപാട് കളിയാക്കി. നമ്മളൊരു തമാശയായിട്ടാണ് ആദ്യം ഈ കളിയാക്കൽ തുടങ്ങിയെങ്കിലും പിന്നെ മനസ്സിലാവും അവന് ശരിക്കും അത് വിഷമാകുന്നുണ്ടെന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. പിന്നെ ഈ കാര്യം പറയുമ്പോൾ അവൻ കൂട്ടത്തിൽ നിന്നങ്ങ് വേറെ തെറിച്ച് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകും. പിന്നെ കൂടുതലായിട്ട് ഈ സഹകരിക്കാനായിട്ടൊന്നും വരാത്തൊരവസ്ഥയായി. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ തീരുമാനമെടുത്തു, ഈ പേരും പറഞ്ഞ് ഇനി അവനെ കളിയാക്കരുത്, ആരും അവനെ മനസ്സ് വിഷമിപ്പിക്കില്ല എന്നുള്ള കാര്യം ഞങ്ങൾ പൊതുവായിട്ടൊരു തീരുമാനത്തിലെടുത്തു. അതിനുശേഷമാണ് പുള്ളിക്കാരൻ ഇങ്ങോട്ട് വരാനൊക്കെ തുടങ്ങിയത്. പിന്നെ ഒരുപാട് പേര് കമൻ്റായിട്ട് തന്നെ ചോദിക്കുന്നുണ്ട്, ഇവൻ എന്തിൻ്റെ സോക്കേടായിരുന്നെന്ന് ചോദിക്കുന്നുണ്ട്. ഇവൻ അവൻ്റെ തോളയൊക്കെ ഇടാൻ എന്തിനാ ഇവന് പോണേന്ന് ഇവൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഇപ്പോൾ ആരെങ്കിലും ഒക്കെ എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഇപ്പൊ സിനിമ ആയി വരുന്നതല്ലേ ഉള്ളൂ. ആലപ്പുഴയായിട്ട് ബന്ധപ്പെട്ട ഒരു പടം എടുക്കാൻ നേരത്ത് ആലപ്പുഴ വന്നു കഴിയുമ്പോൾ ആലപ്പുഴയിലെ പിള്ളേരെയല്ല ഒരു ഇതാക്കേണ്ടത്. ചിലപ്പോൾ അവന് ആ സാഹചര്യത്തിൽ ചിലപ്പം നെസ്ലിന് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഇവനെ സംബന്ധിക്കുന്നതല്ലോ. അപ്പോൾ എന്തുമാത്രം പേരോ ഉണ്ടായിരുന്നു. പിന്നെ ഇവൻ്റെ ഇന്ന് ഒരു പാട്ടുണ്ട്, ആവശ്യമില്ലാത്ത കാര്യത്തിനല്ലേ ഇവൻ പോയത്. പടം വീട്ടിലോട്ട് വന്ന് കയറേണ്ട കാര്യം. അത് മാത്രമല്ല, ഷൂട്ടിംഗ് നടക്കുമ്പോൾ പണി നിർത്തി വെച്ചിട്ട് ഷൂട്ടിങ്ങിന് പോവുക, അത് കാണാൻ പോവുക. ഇവന് ആലോചിച്ച് നോക്കുമ്പോൾ 10-34 വയസ്സുണ്ട്. രണ്ട് പിള്ളേർ ഓൾറെഡി ഉണ്ട്. ഒരെണ്ണം കൺസീവിങ് കൂടാണ്. ആ ഒരുത്തൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അവൻ അത്രത്തോളം ഇഷ്ടമാണ് പടത്തിനോട്. ഇവിടെ ഇതുപോലെ 10-30 പിള്ളേർ ഇവിടെ സഹകരിക്കുന്നുണ്ട്. വേറെ ആർക്കും ഇല്ല ഇത്രയും. പക്ഷെ എന്ത് ചെയ്യാനാ? ഇപ്പോഴും ഇവന്റെ ഫേവറേറ്റ് നടൻ ആരാന്ന് ചോദിച്ചേ, ഇപ്പോഴും അവൻ അങ്ങനെയാ പറയുന്നത്. എന്തുകൊണ്ട്? നെസ്ലിൻ തുടക്കകാലം തൊട്ട് ഇവിടെ ഒന്ന് പറയാം പടം നല്ലതായിരുന്നു പടം. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇവിടെ പടം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പം അവൻ വേറെ ആവശ്യമില്ലാത്തൊന്നും പറഞ്ഞില്ല. എടാ നിങ്ങളെല്ലാം പോയി പടം കാണണം, നമ്മളെ വിജയിപ്പിക്കണം എന്നൊക്കെയാണ് അവൻ പറഞ്ഞത്. ഇതിപ്പം പിന്നെ ഇവനെവിടാൻ പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞങ്ങളെല്ലാം ഈ പിന്നെ മീൻ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾ മീനെടുക്കാനും കടപ്പുറത്തൊക്കെ പോകാൻ നേരത്ത് ഇപ്പം ഇവനെ കണ്ട ആൾക്കാർ 2 വട്ടം ചിരിക്കും. പിന്നെ ഫോട്ടോ എന്തെങ്കിലും ഒരു കമന്റ് പറയുകയും ചെയ്യും, എടാ നീ എൻ്റെ ഫോട്ടോ എടുത്തു, നീ എന്തിനാണ് അവൻ്റെ തോളെ കയറാൻ പോയത്, എൻ്റെ ഫോട്ടോ എടുത്തൊന്നും പറഞ്ഞ് ഇവനെ കളിയാക്കും. അങ്ങനെ അവൻ്റെ ജീവിതമാർഗം വരെ ഇച്ചിരി ബുദ്ധിമുട്ടില്ലേ ഇപ്പോൾ നിൽക്കുന്നത്.